ഓണിയൻ റിങ്സ് ഉണ്ടാക്കി തരുമോ? തരാലോ. ഓണിയൻ റിങ്സ് ഉണ്ടാക്കുന്നതിനായി 3 സബോള കഴുകി വൃത്തിയാക്കി മീഡിയം വലുപ്പത്തിൽ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. കട്ട് ചെയ്ത സബോള ഓരോ റിങ്ങുകളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. ഒരു ബൗളിലേക്ക് 2 സ്പൂൺ മൈദ, 1 സ്പൂൺ റവ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കാൽ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ എടുത്തിരിക്കുന്ന പൊടി അല്പം ലൂസ് ആവുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ വെള്ളം ചേർത്ത് ലൂസായിട്ട് എടുക്കണം. അടുത്തൊരു ബൗളെടുത്ത് അതിലേക്ക് നമ്മൾ ലേസാണ് പൊട്ടിച്ചിടുന്നത്. ഒരു പാക്കറ്റ് ലേസ് പൊട്ടിച്ചിട്ടിട്ട് നമ്മളിതിന് പൊടിച്ചെടുക്കാൻ പോവാണ്. ലേസ് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. ലേസിൽ വലിയ കഷ്ണങ്ങളൊന്നും ഉണ്ടാവാതെ തീരെ നൈസായിട്ട് നമുക്കത് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ പൊടിച്ചെടുക്കണം. ആദ്യം തയ്യാറാക്കി വച്ചിരിക്കുന്ന മിക്സിലേക്ക് ഓണിയൻ ഓരോ റിങ്ങുകളും ഇട്ട് മുക്കിയെടുത്ത് ലേസിൻ്റെ പൊടിയിലേക്കിട്ട് നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമുക്ക് എല്ലാ ഓണിയൻ റിങ്ങുകളും മാവിൽ മുക്കി ലേസ് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കാം. ചീനിച്ചട്ടി വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം എണ്ണയിലേക്ക് ഓരോ റിങ്സുകളായി ഇട്ട് കൊടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയായിരിക്കും. ഇടയ്ക്ക് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്താൽ മതി. ഓണിയൻ റിങ്ങുകൾ തിരിച്ചിട്ട് കൊടുക്കുക. ഒരു സൈഡ് മൂത്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചല്ല ചെയ്യണത്. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതിയാവും. ഫ്രൈ ആയ ഓരോ റിങ്സുകൾ നമുക്ക് എടുത്ത് മാറ്റാം. 2 സൈഡും മുരിഞ്ഞു വന്നിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് എണ്ണ കളഞ്ഞ് മാറ്റി വയ്ക്കാം. അടുത്തത് ഇതുപോലെ തന്നെ എണ്ണയിലേക്ക് ഇടാം. ഓരോ സൈഡും മുരിയുന്ന അനുസരിച്ച് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരും. മുരിഞ്ഞു വന്നത് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓണിയൻ റിങ്സുകളെല്ലാം മുരിഞ്ഞിട്ടുണ്ട്. പാത്രത്തിലേക്ക് മാറ്റുകയാണ് കോരി.
നല്ല ടേസ്റ്റാണ്. നമുക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.